ലോക ഫുട്ബോൾ മാമാങ്കം കഴിഞ്ഞു. പല ഫാൻസുകളും കേരളക്കാർ ഏറ്റവും കൂടുതലുള്ള ഫാൻസുകളെല്ലാം തോറ്റമ്പി. തോൽക്കുമ്പോഴേക്ക് അപമാനഭാരം കൊണ്ട് പുറത്തിറങ്ങാതെ പല പല തോൽവികൾ, പരീക്ഷാ തോൽവികൾ, ഇലക്ഷൻ തോൽവികൾ, ഫുട്ബോൾ തോൽവികൾ, അങ്ങനെ ജീവിതത്തിലുള്ള തോൽവികൾ, എന്തെല്ലാം പരാജയങ്ങൾ. പരാജയപ്പെടാൻ ജനിച്ചവനല്ല എന്നൊക്കെ വീരവാദം മുഴക്കുമ്പോഴും ഒരു കാര്യം മനസ്സിൽ ഉറച്ച് വിശ്വസിക്കണം, ഇത് ഭൗതിക ലോകമാണ്. ഭൗതിക ലോകത്ത് സുഖവും ദുഃഖവും, ആരോഗ്യവും അനാരോഗ്യവും, വിജയവും പരാജയവും, ദാരിദ്ര്യവും ഐശ്വര്യവും ആർക്കും ആരെക്കുറിച്ചും പ്രവചിക്കാൻ കഴിയില്ല. മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു കാര്യം ഓർക്കട്ടെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒട്ടകമുണ്ടായിരുന്നു, ഖസ്വ, ഏറ്റവും സ്പീഡിൽ പോകുന്ന ഒട്ടകം. ഒരിക്കലും അത് തോൽവി അറിഞ്ഞിട്ടില്ല. അതാണ് ഹിജ്റയിലും ബദറിലും ഉഹുദിലും എല്ലാ സമയത്തും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രക്ഷപ്പെടുത്തിയ ഒട്ടകം. എല്ലാ സ്വഹാബാക്കളും അതിൽ അഭിമാനിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഒരു വേള, ഒരു ഘട്ടത്തിൽ ആ ഒട്ടകം തോറ്റു എന്നതിലേറെ സ്വഹീഹുൽ ബുഖാരി പറയുന്നത് ഒട്ടും ആരോഗ്യമില്ലാത്ത ചാവലാടി ഒട്ടകമായിരുന്നു. ഇത് എല്ലാ സ്വഹാബാക്കൾക്കും പ്രയാസകരമായി. നമ്മുടെ ഏറ്റവും വലിയ നേതൃത്വം തോൽക്കുകയാണ്. തോൽക്കുന്നതാവട്ടെ അറാബിയോടാണ്, അതാവട്ടെ ഒട്ടും വിജയപ്രതീക്ഷയില്ലാത്ത ചാവലാടി ഒട്ടകത്തോട്. അവിടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ഹഖ്ഖുൻ അലല്ലാഹി അല്ലാ യർതഫിഅ ശൈഉൻ ഇല്ലാ വദഅ. ഇത് ഭൗതിക ലോകമാണ്. ഭൗതിക ലോകത്തെ വിജയം മാത്രം സ്വപ്നം കാണാൻ പാടില്ല. ഏതൊരു വസ്തുവും അല്ലാഹു സുബ്ഹാനഹു തആല ഒരിക്കലല്ലെങ്കിൽ ഒരിക്കൽ എന്തെങ്കിലുമൊക്കെ പരാജയങ്ങളും ക്ഷീണങ്ങളും കാണും. ഇത് ഞാനും നിങ്ങളും ഈ തത്വം ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ, ഇത് മുഖമുദ്രയാക്കിയാൽ, ഞാൻ എന്നും വിജയിക്കുമെന്ന ആത്മവിശ്വാസം എന്നെ തളർത്താനേ ഉപകരിക്കുകയുള്ളൂ. അതേ സ്ഥാനത്ത് ഈ പ്രപഞ്ചം വിജയങ്ങളും പരാജയങ്ങളും, സുഖവും ദുഃഖവും, ഐശ്വര്യവും ദാരിദ്ര്യവും, രാവും പകലും, കുണ്ടും കുന്നും എല്ലാം നിറഞ്ഞ ഒന്നാണ്. അതെല്ലാം സ്വാഭാവികമാണ്. അതിനെല്ലാം പൊരുത്തപ്പെട്ടു പോകാൻ എനിക്ക് കഴിയണം എങ്കിൽ നമുക്ക് പരാജയങ്ങൾ പരജയമാക്കി അത് ഏറ്റവും ഉയർന്ന വിജയങ്ങളാക്കി മാറ്റിയെടുക്കാൻ കഴിയും. പരിശുദ്ധം, ശുദ്ധം, അതിൽ ഏറ്റവും വലുതാണല്ലോ പരിശുദ്ധം. ഇവിടൊക്കെ പര ചേർക്കുമ്പോൾ അത് ഏറ്റവും വലുത് എന്നാണ്. എന്നാൽ ആ പരാജയത്തിലുള്ള പരം നമുക്ക് വലിയ വിജയമാക്കി മാറ്റാൻ നമുക്ക് കഴിയുക തന്നെ ചെയ്യും, തീർച്ച.